നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് തേക്കിൻകാട് മൈതാനിയിലെത്തിയ പ്രധാനമന്ത്രി മോദി എന്നാൽ സർവവുമെന്ന സ്വയം പ്രകീർത്തന മുദ്രാവാക്യം ആവർത്തിച്ചു വിളിക്കുന്നത് കേട്ട് ചെവി തഴമ്പിച്ച ആഴ്ചയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ വികസനമെന്നത്, ദുർബലരുടെ മോചനമെന്നത്, സ്ത്രീകളുടെ ഉന്നമനമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് വിളിച്ചു പറയുന്നു അദ്ദേഹം. വനിതാ സംവരണ ബിൽ പാസാക്കിയില്ലേ, മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നില്ലേ ഞാനെന്ന് ചോദിച്ചുകൊണ്ട് സദസ്സിനെ കൊണ്ട് കൈയടിപ്പിക്കുന്നു മോദി. നാരി ശക്തി എന്നെഴുതി വെച്ച ബാനറിന് താഴെ നിന്ന് വനിതകളെ ഉദ്ധരിച്ചതിൻ്റെ കഥ പറയുന്ന മോദി തിളയ്ക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്കദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുമുണ്ട്. പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ പ്രതിജ്ഞാബദ്ധതയോടെ നിറവേറ്റുന്നവനാണ് താനെന്ന് സ്വയം പുകഴ്ത്തുന്ന മോദിയുടെ പഴയ വാഗ്ദാനങ്ങളുടെ തൊണ്ടകീറി പ്രസംഗിച്ച് കൈയടിപ്പിച്ച ചില പ്രസംഗങ്ങളുടെ കഥ ഓർമ്മിപ്പിക്കാനുണ്ട് നമുക്ക്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിച്ചെടുക്കാൻ, അദ്ദേഹത്തിന് വനിതാ പിന്തുണ ഉറപ്പാക്കി കൊടുക്കാൻ പറന്നുവന്ന നരേന്ദ്രമോദി തൻ്റെ കപട വാഗ്ദാനങ്ങളെക്കുറിച്ചും ഇരട്ടത്താപ്പിനെക്കുറിച്ചും രാഷ്ട്രീയ അപക്വതയെക്കുറിച്ചുമൊക്കെ വീണ്ടും കേരളത്തെ ഓർമ്മിപ്പിക്കുകയാണ്. വനിതകളുടെ വൈകാരികതയിലൂടെ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൊടികുത്തി നാട്ടുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നാരി ശക്തി മോദിക്കൊപ്പം എന്ന തലക്കെട്ടിൽ BJP ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വനിതകൾ എന്നും മോദിക്കൊപ്പം, മോദിജി എന്നും വനിതകൾക്കൊപ്പം എന്നതായിരുന്നു 1,00,000 പേരെങ്കിലും പങ്കുകൊണ്ട വനിതാ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം. BJP എത്തിച്ച വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ആവേശഭരിതനായ മോദി വനിതകൾക്ക് വേണ്ടി താൻ എന്തൊക്കെ ചെയ്തുവെന്ന് വാചാലനാകുന്നത് കണ്ടു. രസകരമായൊരു സംഗതിയുള്ളത്, അവിടെ മോദി മോദി എന്ന് ആർത്തു വിളിച്ചത് സദസ്സായിരുന്നില്ല, മോദി തന്നെയായിരുന്നു. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी युडे गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदी युडे गारंटी. हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया. इसे किसे संभव बना दिया? मोदी युडे गारंटी. मोदी युडे गारंटी. हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया. ये वायदा कैसे पूरा हुआ? मोदी युडे गारंटी. വനിതാ സംവരണം സാധ്യമാക്കിയ മോദിയിലാണ് സകല പ്രതീക്ഷയുമെന്ന മട്ടിലായിരുന്നു അവിടെ വന്ന നടി ശോഭനയടക്കമുള്ളവരുടെ പ്രതികരണങ്ങളെല്ലാം. മോദിയുടെയും തുറുപ്പിച്ചീട്ട് അതുതന്നെയായിരുന്നു. മറ്റെല്ലാവരും പതിറ്റാണ്ടുകളോളം പറഞ്ഞു പറ്റിച്ചപ്പോൾ തൻ്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധതയോടെ വനിതാ സംവരണ ബിൽ നടപ്പാക്കിയെന്നു പറഞ്ഞു മോദി. നടപ്പാക്കിയോ എന്നാണ് നമ്മുടെ ചോദ്യം. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ അത് നടപ്പിലാവുന്നുണ്ടോ എന്ന്? ഇല്ല. എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല? അസാധാരണവും വിചിത്രവുമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ത്രീകളുടെ അവകാശത്തെ തന്ത്രപരമായി നീട്ടിവെക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദിയും. അത് എന്തിനാണ്? സെൻസസും മണ്ഡല പുനർനിർണയവും കഴിഞ്ഞേ വനിതാ സംവരണം നടപ്പിലാകൂ എന്നെഴുതി വച്ചത് എന്ത് ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്? സംവരണം നടപ്പിലാക്കുന്നതിന് സെൻസസ് എങ്ങനെയാണ് തടസ്സമാകുന്നത്? മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും തമ്മിൽ എന്താണ് ബന്ധം? അതിനെല്ലാം കൂടി ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്തെങ്കിലും കാരണം പറഞ്ഞ് ബില്ല് നടപ്പിലാവുന്നത് വൈകിക്കണം. ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാകരുത്, അത്രമാത്രം. വനിതകൾക്ക് വേണ്ടി തൻ്റെ സർക്കാർ അകമഴിഞ്ഞു പ്രവർത്തിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അങ്ങേയറ്റം വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു മോദി. നോക്കൂ, വനിതാ സംവരണ ബിൽ എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ടപ്പോഴൊക്കെ
ഏതാണ്ട് എല്ലാ പാർട്ടികളും അതിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അത് പാസ്സാക്കിയെടുക്കാൻ വിവിധ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? പൊതുജനമധ്യത്തിൽ വനിതാ സംവരണ ബില്ലിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമ്പോഴും അത് നടപ്പാവരുത് എന്ന ആശ ഉള്ളാലെ കൊണ്ടു നടക്കുന്നവരാണ് BJP അടക്കം ബഹുഭൂരിപക്ഷം പാർട്ടികളും. അതുകൊണ്ടാണ് അടുത്ത കാലത്തൊന്നും വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ ചില കള്ളക്കളികൾ അവർ ബില്ലിനകത്ത് ഒളിപ്പിച്ചു വെക്കുന്നത്. വനിതാ സംവരണം ചർച്ചയ്ക്ക് വന്ന ഒരു ഘട്ടത്തിൽ മുൻ ഖൊരഗ്പൂർ MP, ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്ന് പറഞ്ഞത് അത് വിദേശ ആശയമാണ് എന്നാണ്. ഇവിടെ അത് പ്രായോഗികമേ അല്ല എന്നാണ്. വനിതകൾക്ക് പുരുഷന്മാരുടെ ഭാവം കൈവന്നാൽ അത് രാജ്യത്തിൻ്റെ നാശത്തിലേക്കാകും കാര്യങ്ങളെ കൊണ്ടുപോവുക എന്നായിരുന്നു ഉത്തർപ്രദേശ് ഭരിക്കുന്ന സന്യാസി വര്യൻ്റെ അന്നത്തെ അഭിപ്രായം. ആ അഭിപ്രായവും നിലപാടും യോഗി ആദിത്യനാഥ് എപ്പോഴെങ്കിലും തിരുത്തിയതായി നാം അറിഞ്ഞിട്ടില്ല. ആ പഴയ ഓർമ്മകളെ കൂടി മുൻനിർത്തി വേണം BJP ഇപ്പോൾ നടത്തുന്ന ഈ കള്ളക്കളികളെ വിലയിരുത്താൻ. ഇത് തിരിച്ചറിയാതെയാണ് ശോഭനയെ പോലെയുള്ള കലാനക്ഷത്രങ്ങൾ BJP വേദിയിൽ പോയി മോദിയെ പ്രതീക്ഷാനായകനായി വാഴ്ത്തിപ്പാടുന്നത്. അധികമൊന്നും വൈകില്ലല്ലോ, അടുത്ത സർക്കാർ വന്നാലുടൻ തുടങ്ങില്ലേ സെൻസസ്, അത് കഴിഞ്ഞാലുടൻ നടക്കില്ലേ മണ്ഡല പുനർനിർണയം, അതും കഴിഞ്ഞുടൻ സാധ്യമാകില്ലേ നമ്മുടെ വനിതാ സംവരണം എന്ന സ്വപ്നം? ഇതാണ് നിഷ്കളങ്കരുടെ ചോദ്യം. നോക്കൂ, 2021 നടക്കേണ്ട സെൻസസ് നടപടികൾ ആർക്കുമറിയാത്ത കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അടുത്ത സർക്കാർ വന്നാലുടൻ അതിൻ്റെ നടപടികൾ ആരംഭിക്കുമെന്ന് അമിത്ഷാ പാർലമെൻറ്റിൽ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ അതെന്നു തുടങ്ങുമെന്നോ സമയം നീട്ടുന്നത് എന്തു കാരണത്താലാണെന്നോ അമിത്ഷാ വിശദീകരിക്കുന്നില്ല. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം പുതുതായി വരുന്ന സർക്കാർ സെൻസസ് നടപടികൾ ആരംഭിക്കുമെന്ന് അമിത്ഷാ പറയുന്നത് നാം മുഖവിലക്കെടുക്കുന്നു. അങ്ങനെ നോക്കിയാൽ 2 വർഷമെങ്കിലും എടുക്കും സെൻസസ് നടപടികൾ പൂർത്തിയാകാൻ. 2026 സെൻസസ് റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം മണ്ഡല പുനർനിർണയ കമ്മീഷന് അവരുടെ ജോലി തുടങ്ങാൻ. അത് സാധാരണ നിലയ്ക്ക് 4 മുതൽ 5 വർഷം വരെ സമയമെടുക്കുന്ന വലിയ പ്രക്രിയയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഡീലിമിറ്റേഷൻ നടപടികൾ അങ്ങേയറ്റം സങ്കീർണവും പ്രശ്നകലുഷിതമായും മാറാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. കാരണം ജനസംഖ്യാനുപാതികമായ നടപടിക്രമമെന്ന നിലയ്ക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റ് വിഹിതം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ പാടില്ല എന്ന അഭിപ്രായം വലിയ തോതിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ, പുനർനിർണയം എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല ഇത്തവണ ഇന്ത്യയിൽ. എന്നുവെച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നല്ല, 2029 തെരഞ്ഞെടുപ്പിൽ പോലും വനിതാ സംവരണം എന്ന ആശയം പ്രയോഗത്തിൽ വരില്ല എന്ന് സാരം. വീണ്ടും ചോദിക്കുന്നത്, എന്തിനാണ് വനിതാ സംവരണം നടപ്പാക്കാൻ സെൻസസും ഡീലിമിറ്റേഷനും കഴിയും വരെ കാത്തിരിക്കുന്നത് എന്നാണ്. അത് അയുക്തികമാണ്, ദുരൂഹമാണ്. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാർലമെന്റിലും അസംബ്ലിയിലും 33% സംവരണം തീരുമാനിച്ചു എന്നാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 2024 തെരഞ്ഞെടുപ്പ് നടത്താലോ. അത് തീരുമാനിക്കുന്നതൊന്നല്ലാതെ നടപ്പിലാക്കാനല്ല. അവരതിന് പറയുന്നത് 24 കഴിഞ്ഞ് 29 തന്നെ നടക്കുമെന്ന് ചില പത്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം 2021 സെൻസസ് ഇപ്പോഴും നടന്നിട്ടില്ല. ഇനി ആ സെൻസസ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ട്. ജാതി സെൻസസ് പോകണം എന്നുള്ള അഭിപ്രായമുണ്ട്, വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ വോട്ട് തട്ടുന്നതിന് വേണ്ടി ഒരു പ്രചരണത്തിന്റെ ആയുധമായി BJP ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം അഥവാ സവർണ സംവരണം നടപ്പാക്കാൻ ഇത്തരം ഒരു തടസ്സവും കേന്ദ്ര സർക്കാരിന് ബാധകമായിരുന്നില്ല എന്നത് ഓർക്കണം. മുന്നാക്കക്കാർക്ക് 10% സംവരണമാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്രം നടപ്പിലാക്കി കൊടുത്തത്. അങ്ങനെ 10% എന്ന തീർപ്പിലേക്ക് പോയത്
ഏത് വിവരത്തിൻ്റെ, ഡാറ്റയുടെ, സെൻസസ് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നരേന്ദ്രമോദിക്ക് മാത്രമേ അറിയൂ. വനിതകളുടെയും OBCകളുടെയും കാര്യം വരുമ്പോൾ മാത്രമാണ് സർക്കാരിന് കണക്കുകൾ ആവശ്യമുള്ളത്, കണക്കുകളെ ചൊല്ലിയുള്ള തടസ്സം പറയാനുള്ളത്. മോദിയുടെ ഗ്യാരണ്ടികളെല്ലാം നടപ്പിലാകുമെന്നും സ്ത്രീകൾക്കായി താനല്ലാതെ മറ്റാരും ഒന്നും ചെയ്തിട്ടില്ല എന്നും, അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന മട്ടിലാണ് പ്രധാനമന്ത്രിയുടെ ദീർഘമായ പ്രസംഗങ്ങളെല്ലാം. ശൗചാലയ പദ്ധതിയും ഉജ്ജ്വൽ ഗ്യാസ് പദ്ധതിയും മുത്തലാഖ് ബില്ലുമെല്ലാം ഇതിൻ്റെ ഉദാഹരണമായി എല്ലായിടത്തും എടുത്തെടുത്തു പറയുന്നുണ്ട് മോദി. हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए. ये सफलता कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. ഗ്രാമീണ സ്ത്രീകൾക്ക് സൗജന്യമായി LPG കണക്ഷൻ നൽകുന്ന പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന. ആദ്യത്തെ സിലിണ്ടർ കിട്ടിയവരിൽ നല്ലൊരു വിഭാഗത്തിനും അത് പിന്നീട് നിറയ്ക്കാൻ ശേഷിയില്ലെന്ന് വിവിധ റിപ്പോർട്ടുകൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2022ഓടെ 9 കോടി പേർക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് നിശ്ചയമായും സർക്കാരിൻ്റെ നേട്ടമാണ്. പക്ഷേ കഴിഞ്ഞ 4 വർഷത്തിനിടെ അത് കിട്ടിയ 4,14,00,000 പേരും തങ്ങളുടെ ഗ്യാസ് സിലിണ്ടറുകൾ രണ്ടാമതൊരിക്കൽ നിറച്ചില്ല. 7,60,00,000 പേരുടെ കണക്കെടുത്തപ്പോൾ അവർ ഒരേ ഒരു പ്രാവശ്യമേ സിലിണ്ടർ വീണ്ടും നിറച്ചുള്ളൂവെന്ന് പഠനങ്ങൾ പറയുന്നു. കൊടുത്ത സിലിണ്ടറുകളിൽ ഒന്ന് നിറയ്ക്കാൻ 1000 രൂപ വേണ്ട ഇക്കാലത്ത് അതിന് ത്രാണിയില്ലാത്ത അനേക ലക്ഷം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞതാണ് ഈ രാജ്യം. സബ്സിഡി പോലും അപ്രഖ്യാപിതമായി നിർത്തലാക്കിയ ഈ സർക്കാരിന് കീഴിൽ അടുപ്പ് പുകയ്ക്കാൻ പ്രയാസപ്പെടുന്ന അടിസ്ഥാന വർഗക്കാരന് എന്തിനൊരു കാലിക്കുറ്റി നൽകുന്നു എന്നതാണ് ചോദ്യം. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? ആ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടാകണ്ടേ? ഇത് ഇവിടെ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നത് പോലെയുള്ള വേദിയല്ലല്ലോ ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദി. തൻ്റെ സർക്കാർ വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് 2014 അധികാരമേറുമ്പോൾ മോദി ഇന്ത്യക്ക് വാക്കുകൊടുത്തത്. എന്നാൽ ഇക്കാലത്തിനിടയ്ക്ക് സർക്കാർ മേഖലയിൽ സൃഷ്ടിക്കാനായത് വെറും 7,4 ലക്ഷം തൊഴിലവസരങ്ങൾ മാത്രമാണെന്ന് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നു. റെയിൽവേ അടക്കമുള്ള പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വൻതോതിൽ ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുമ്പോഴാണ് ഇതെന്നോർക്കണം. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് ഈ രാജ്യം അനുഭവിക്കുന്നു. മോദിയുടെ ഈ ഭരണകാലത്താണതെന്ന് സർക്കാർ ഏജൻസികൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2016 സാമ്പത്തിക വിപ്ലവം എന്ന പേരിൽ മോദി നടപ്പാക്കിയ നോട്ട് നിരോധനം മൂലം 50 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുവെന്ന് പഠനങ്ങൾ പറയുന്നു. തൊഴിലവസരം ഉണ്ടാക്കുമെന്ന വാഗ്ദാനം പാലിക്കുന്നതേയില്ല എന്നു മാത്രമല്ല, ഉള്ള തൊഴിലുകൾ കൂടി ഇല്ലാതാക്കുന്ന വികല നയങ്ങളുമായി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ഈ സർക്കാർ. 2022 രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നതായിരുന്നു മറ്റൊരു പ്രസംഗം. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന അമൃത് മഹോത്സവ ദിനത്തിൽ ഇവിടുത്തെ കർഷകർക്കെല്ലാം ഇരട്ടി വരുമാനം സാധ്യമായി കഴിഞ്ഞിരിക്കുമെന്ന്. 25% പോലും വർദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, അപകടകരമായ ബില്ലുകൾ കൊണ്ടുവന്ന് കർഷകരെ കോർപ്പറേറ്റുകൾക്ക് വിറ്റു തുലയ്ക്കാനാണ് സർക്കാർ പണിയെടുത്തത് മുഴുവൻ. 1 വർഷം നീണ്ട സമരത്തിലൂടെയാണ് ആ അവിഹിത നീക്കത്തെ രാജ്യത്തെ കർഷകർ മുട്ടുകുത്തിച്ചത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം മാത്രം 2014 മുതൽ 2020 വരെ 43,181 കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ വരുമാനം ഇരട്ടിയൊന്നുമാകണ്ട, ന്യായമായ വരുമാനമെങ്കിലും അവർക്ക് ഉറപ്പാക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനിത്ര മനുഷ്യർ ആത്മാഹുതി ചെയ്യണം? മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പഴയ ചില പ്രസംഗങ്ങൾ ഒന്ന് ഓർത്തു നോക്കാനുള്ള സാമാന്യ മര്യാദ ജനം മോദിയിൽ നിന്ന് പ്രതീക്ഷിക്കും. വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി രാജ്യമാകെ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ കാലപരിധിയും 2022 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 82 കോടി പേർക്കാണ് ഇതുവരെ ഇൻ്റർനെറ്റ് സേവനം എത്തിക്കാനായത്.
രാജ്യത്തെ ജനസംഖ്യയുടെ 59% പേർക്ക് മാത്രം. ബീഹാറിലെ കണക്കെടുത്താൽ അവിടെ 48% പേരിലേക്ക് ഇൻ്റർനെറ്റ് എത്തിയിട്ടുള്ളൂ. വാഗ്ദാനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് നോക്കിക്കാണുക. മാനവരാശിയുടെ മുന്നോട്ട് പോക്കിനൊപ്പിച്ച് സ്വാഭാവികമായും സൂചികകളിലുണ്ടാകുന്ന മാറ്റമല്ലാതെ സർക്കാർ ഇടപെടലിലൂടെ ഉണ്ടായ ഒരു കുതിച്ചുചാട്ടവും നാം ഇവിടെ കാണുന്നില്ല. പെട്രോൾ ഡീസൽ വില പോലെയുള്ളവയല്ലാതെ 2022 സാധ്യമാകുമെന്ന് പ്രഖ്യാപിച്ച ക്ലീൻ ഗംഗ പദ്ധതിയുടെയും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെയും ഗതിയും മുൻപ് പറഞ്ഞതിന് സമാനം. കാര്യമായ ഒരു ചലനവുമില്ലാതെ ആ വാഗ്ദാനങ്ങളൊക്കെ വഴിയിൽ തന്നെ കിടപ്പുണ്ട്. ഇത്തരം രാഷ്ട്രീയ വേദികളിൽ മാത്രമല്ല, സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിൽ പോലും തൻ്റെ സർക്കാർ സാധ്യമാക്കി എന്ന മട്ടിൽ അസത്യങ്ങൾ പറയുന്നതും സാക്ഷാൽ നരേന്ദ്രമോദിയുടെ രീതിയാണ്. ആരാലും ഓഡിറ്റ് ചെയ്യപ്പെടാതെ, ചോദ്യം ചോദിക്കപ്പെടാതെ അസത്യങ്ങൾ പറഞ്ഞു പോകാനുള്ള സൗകര്യം തനിക്കുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിലും നമുക്ക് ചിലത് മറക്കാനാവുന്നതല്ല, ചോദിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. 2017 മുതൽ ഇങ്ങോട്ടുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ എടുത്താൽ വസ്തുതകളുടെ കണിക പോലുമില്ലാത്തതും പാതി വസ്തുതകൾ മാത്രമുള്ളതുമായ നിരവധി അവകാശവാദങ്ങൾ മോദി ചെങ്കോട്ടയിൽ നടത്തിയത് കാണാം. നോട്ട് നിരോധനം ലക്ഷക്കണക്കിന് പുതിയ നികുതിദായകരെ സൃഷ്ടിച്ചുവെന്നും ഇരട്ടിയോളം പേർ ആ സമയം നികുതി അടച്ചുവെന്നുമാണ് മോദി 2017 സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗിച്ചത്. പക്ഷേ ആദായ നികുതി വകുപ്പിൻ്റെ കണക്ക് വന്നതോടെ മോദി പറഞ്ഞത് വസ്തുതയല്ലെന്ന് മനസ്സിലായി. ഓൺലൈനായി നികുതി അടയ്ക്കാൻ തുടങ്ങിയവരുടെ എണ്ണത്തിലാണ് വർധനയുണ്ടായത്. ആകെ നികുതിദായകരുടെ എണ്ണത്തിലായിരുന്നില്ല എന്ന് സർക്കാർ തന്നെ പറഞ്ഞു. റൂപേ കാർഡുകൾ രാജ്യമെങ്ങും ലഭ്യമായി എന്നും ഓരോ കാർഡും ഓപ്പറേഷനിലാണെന്നും ലോകത്തെ ഏറ്റവും വലിയ ക്യാഷ് കാർഡ് ശൃംഖലയായി ഇത് മാറിയെന്നും മോദി പ്രസംഗിച്ചു. ഗാർഹിക കാർഡ് പേയ്മെൻറ്റ് സ്കീം പ്രചാരം നേടിയിട്ടുണ്ടെങ്കിലും ലോകമെമ്പാടും കോടിക്കണക്കിന് കാർഡുകൾ പ്രചാരത്തിലുള്ള വീസ പോലെയുള്ള അന്താരാഷ്ട്ര ഭീമന്മാരെക്കാൾ വളരെ വളരെ പിന്നിലാണ് റൂപേ. ഇതാണ് ആദരണീയനായ പ്രധാനമന്ത്രി മറിച്ച് അവകാശപ്പെട്ടത്. രാജ്യമെങ്ങും 2 കോടി കക്കൂസുകൾ നിർമ്മിക്കുന്നതോടെ അതിനനുബന്ധമായി തൊഴിൽ മേഖലയും വലുതാവുകയാണെന്നാണ് 2016 മോദി സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗിച്ചത്. പക്ഷേ 2015 കണക്ക് പ്രകാരം, അതായത് മോദി ഭരണം നിലവിൽ വന്നതിൻ്റെ പിറ്റേ വർഷത്തെ കണക്ക് പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് 5.1%. അതായത് 2000 മുതൽ 2015 വരെയുള്ള കാലത്തെ ഏറ്റവും വലിയ നിരക്ക്. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ നഹ്ല ഫത്തേല എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ വൈദ്യുതി എത്താൻ താൻ അധികാരത്തിലേറേണ്ടി വന്നു എന്ന് പ്രസംഗിച്ചു മോദി ഒരു സ്വാതന്ത്ര്യദിനത്തിൽ. എന്നാൽ അത് വ്യാജമാണെന്നും ആ ഗ്രാമം വൈദ്യുതീകരിച്ചിട്ടില്ല എന്നും പിന്നീട് തെളിഞ്ഞു. 2018 ഏപ്രിലിൽ 1000 ദിവസത്തെ സമയപരിധിക്ക് മുന്നോടിയായി എല്ലാ ഇന്ത്യൻ ഗ്രാമങ്ങളിലും വൈദ്യുതീകരണവും മോദി പ്രഖ്യാപിച്ചു. എന്നാൽ 8% ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മാത്രമാണ് ഓരോ വീട്ടിലും വൈദ്യുതി എത്തുന്നത്. മോശം പ്രതിച്ഛായ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ താൻ അധികാരത്തിലെത്തിയതോടെ പ്രവർത്തന ലാഭം രേഖപ്പെടുത്തുന്നതിൽ വിജയിച്ചുവെന്ന് മോദി 2016 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അവകാശപ്പെട്ടു. എന്നാൽ പ്രതിസന്ധിയിലായ എയർലൈൻ പ്രവർത്തന ലാഭത്തിൽ എത്തിയിരുന്നില്ലെന്ന് സിയാൻ രേജി തന്നെ ചൂണ്ടിക്കാട്ടി. പിന്നീട് അവസാനം എയർ ഇന്ത്യ സർക്കാർ തന്നെ വിറ്റൊഴിവാക്കുന്നത് നാം കണ്ടു. മോദിയുടെ കീഴിൽ വൻ ലാഭക്കുതിപ്പ് നടത്തിയ സ്ഥാപനമാണെങ്കിൽ എന്തിനത് നഷ്ടക്കണക്ക് പറഞ്ഞ് വിറ്റു തുലച്ചുവെന്ന് ഒരു ചോദ്യമുണ്ടല്ലോ. ഈ സർക്കാരിനെതിരെ ഒരു പൈസയുടെ പോലും അഴിമതി ആരോപണമില്ലെന്നാണ് 2015 സ്വാതന്ത്ര്യദിനത്തിൽ മോദി പ്രസംഗിച്ചത്. അതും പക്ഷേ പൊള്ളയായിരുന്നു. വ്യാപം കുംഭകോണം, പയറുവർഗ കുംഭകോണം, പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നത നേതാക്കളും മന്ത്രിമാരും ഒളിവിൽ പോയ വ്യവസായി ലളിത് മോദിയുമായുള്ള ഒത്തുകളി ആരോപണം, ഇവയെല്ലാം അക്കാലത്ത് സജീവമായി ഉയർന്നു നിന്ന അഴിമതി ആരോപണങ്ങളാണ്. ഇങ്ങനെ ഭരണത്തിൻ്റെ സകല മേഖലകളെക്കുറിച്ചും മോദി അവകാശപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഗുരുതരമായ വ്യാജങ്ങൾ കണ്ടെടുക്കാൻ കഴിയും. സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളെപ്പോലും തൻ്റെ വ്യാജഘോഷങ്ങൾക്കുള്ള വേദിയാക്കാൻ മടിച്ചിട്ടില്ല നരേന്ദ്രമോദി എന്നതാണ് കാണേണ്ട കാര്യം.
गारंटी। സകലതിനും മോദിയുടെ കയ്യിൽ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയുന്നു പ്രധാനമന്ത്രി. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഗ്യാരണ്ടി ചോദിക്കാനുള്ള പ്രധാന സംഗതികൾ വേറെയുമുണ്ട്. 4.5 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് നേരിടുന്ന നമ്മുടെ ഈ രാജ്യത്ത് ഒരു തൊഴിലില്ലായ്മ പട്ടിക തയ്യാറാക്കാൻ മോദിക്ക് താല്പര്യമുണ്ടോ? അദ്ദേഹം അതിന് ഒരുക്കമാണോ? കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ കടപരിധിക്കണിയിൽ കുടുക്കി ഞെരുക്കുന്ന കേന്ദ്രം നമ്മുടെ കടക്കണക്കിൻ്റെ വിശദാംശം ഇതുപോലെ പ്രസംഗിക്കാൻ ധൈര്യപ്പെടുമോ? ഇന്ത്യയിൽ ഓരോ പൗരൻ്റെ മേലും എത്ര രൂപയുടെ കടമാണ് കേന്ദ്ര സർക്കാർ വെച്ച് കെട്ടിയിരിക്കുന്നത് എന്ന് പറയുമോ? നോട്ട് നിരോധനത്തിന് ശേഷം നഷ്ടമായ തൊഴിലുകൾ എത്രയെന്ന് ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാൻ, ആ വികല തീരുമാനം ചെറുകിട വ്യവസായ മേഖലയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് വെളിപ്പെടുത്താൻ മോദി തയ്യാറാകുമോ? അതിനൊരു ഗ്യാരണ്ടി തരാൻ അദ്ദേഹം തയ്യാറുണ്ടോ? പുൽവാമ ആക്രമണത്തെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ, ചൈന കയ്യേറ്റം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മേഖലകളിൽ പാർലമെൻ്ററി സമിതിക്ക് ഒരു സന്ദർശനം അനുവദിക്കാൻ മോദിക്ക് കഴിയുമോ? അവിടെയുണ്ടോ മോദി ഗ്യാരണ്ടി എന്നതാണ് ചോദ്യം. എന്തിനേറെ പറയുന്നു, രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ട് 10 വർഷം പൂർത്തിയാകുന്നു. ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമെന്നുള്ള ഗ്യാരണ്ടിയെങ്കിലും തരാനുണ്ടോ നരേന്ദ്രമോദിക്ക്? പൊതു തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ ഇല്ലാത്ത നേട്ടങ്ങളുടെയും ഒരു ഉറപ്പുമില്ലാത്ത ഗ്യാരണ്ടികളുടെയും വാചാടോപങ്ങളുമായി മോദിയും പാർട്ടിയും ഇനിയും വരും. അപ്പോൾ ഈ രാജ്യത്തിന് തിരികെ ചോദിക്കാൻ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ടെന്ന് അവർ ഓർത്തിരിക്കട്ടെ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.